ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു മോരുകറി തയ്യാറാക്കിയെടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ മോരുകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ 2 കപ്പ് അളവിലാണ് കേട്ടോ തൈര് എടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് വേണം ഇതിനു വേണ്ടി വേണ്ടത്. അധികം പുളിയില്ലാത്ത ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള തൈര് എടുക്കാവുന്നതാണ്. 2 കപ്പ് തൈര് എടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അളവിൽ വെള്ളമാണ്. ആ വെള്ളം കൂടി ചേർക്കാം. വെള്ളം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ തീരെ നന്നായിട്ട് ലൂസായിട്ടായിരിക്കും നമ്മുടെ മോരുകറി ഉണ്ടാവുക. അതിൻ്റെ പേരിൽ അധികം വെള്ളം ചേർക്കരുത്. വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ തൈരിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട തൈര് ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. നല്ല രീതിക്ക് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ തൈര് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ മോരുകറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ ഉലുവയാണ്. അതുകൂടി കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത്രയും ചേർത്ത് ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 7 ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ആ ചെറിയുള്ളി ചേർക്കാം. കൂടെ വേണ്ടത് ഒരു 2 പച്ചമുളകും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തേക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയുടെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുകയാണ്. ഇതുപോലെ ഒന്ന് കളറ് മാറി തുടങ്ങുന്ന ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. വറ്റൽമുളക് ഫസ്റ്റിലേ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയുള്ളി കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കും വറ്റൽമുളക് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി. ഇനി നല്ല രീതിക്ക് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഒരല്പ നേരം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകും എല്ലാം നല്ല രീതിക്ക് ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് ഡാർക്ക് കളർ ആക്കണം എന്നുള്ള ആവശ്യമില്ല. ഇത്രയും ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരല്പം മസാലകൾ ചേർക്കാനായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് ഒരു 2 പിഞ്ച് കായപ്പൊടിയാണ്. ഇത്രയും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ മൺചട്ടിയിലാണ് മോരുകറി തയ്യാറാക്കുന്നതെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ, അതായത് നമ്മൾ തൈര് ചേർക്കാനായിട്ട്. അതായത് മൺചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ തൈര് ചേർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് മൺചട്ടിയുടെ ആ ചൂട്, നല്ല തിളയ്ക്കുന്ന ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. തിളയ്ക്കരുത്, തിളച്ച് പോകാൻ വേണ്ടി വിടരുത്. നല്ല രീതിക്ക് ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ മോരുകറി നന്നായിട്ട് ഇതിനൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം വെക്കണ്ട. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ നമുക്ക് മോരുകറി തയ്യാറാക്കി എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചടപടിയെന്ന് മോരുകറി തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 2-3 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ടും മോരുകറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.